ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം സരസ്വതി ബിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആകുലതകൾ. ഞാൻ ഇത്ര നേരത്തെ മരിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരൽപ്പം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ അരി കഴുകി അടുപ്പത്തിട്ട് വെന്തളിഞ്ഞു പോകാൻ അനുവദിക്കില്ലായിരുന്നു. ഗ്യാസിന്റെ വില കണ്ട് നെറ്റിച്ചുളിക്കുന്ന മുഖത്ത് എങ്കിൽ ആശ്വാസം കാണുമായിരുന്നു. അകവും അടുക്കളയും തുടച്ച് ഫാനുകളും AC-യും വാഷിംഗ് മെഷീനും പ്രവർത്തിപ്പിച്ച് മുറ്റമടിക്കില്ലായിരുന്നു. അനന്തമായ കറണ്ട് ബില്ല് കണ്ട് പല്ലുറുമ്മി പിറുപിറുക്കുന്നത് എങ്കിൽ കുറയുമായിരുന്നു. മുറ്റമടിക്കുമ്പോൾ ചൂലിൻ്റെ താളം കേട്ടെത്തി നോക്കുന്ന അയൽപ്പക്കത്തേക്ക് കുറച്ച് കൊതിയും നുണയും ചിരിയും കൊടുത്തേനെ. മുറ്റത്ത് കാക്ക തൊടാതെ വാടുന്ന കൊപ്ര വെയിൽ ചായും മുന്നേ മഴ കൊള്ളാതെ അകത്തേക്കെടുത്തേനെ. മക്കളെത്തും മുമ്പ് സവാളയും പച്ചമുളകും അരിഞ്ഞ് ദോശയ്ക്ക് മുകളിലാക്കിയ പിസ റെഡിയാക്കിയേനെ. ഓഫീസ് കഴിഞ്ഞുള്ള പതിവ് കാപ്പിക്ക് ഇഷ്ടമുള്ള ഇലയട ഉണ്ടാക്കിയേനെ. അടുക്കളയിൽ വെട്ടി നന്നാക്കാൻ വെച്ച മീനുകൾ അടപ്പു തട്ടി പൂച്ച തിന്നില്ലായിരുന്നു. പഠിപ്പിക്കാനിറങ്ങുമ്പോൾ ചൂരൽപ്പിടിയാൽ ഇംഗ്ലീഷ് തേച്ച് അടിക്കില്ലായിരുന്നു. ആ നേരത്തെ കുഞ്ഞു കണ്ണിലെ നിസ്സഹായത കണ്ടില്ലെന്ന് നടിക്കില്ലായിരുന്നു. മക്കൾ ഉറങ്ങും വരെ കാത്തിരുന്ന് പതുക്കെ കൈവിരൽ കോർത്ത് പിടിച്ചമർത്തുമ്പോൾ എനിക്കുറങ്ങണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കില്ലായിരുന്നു. ആഡംബരങ്ങൾക്ക് നേരമുണ്ടായിട്ടും അതിർവരമ്പ് വെക്കില്ലായിരുന്നു. ഇനിയുമേറെ ബാക്കിയുണ്ട്. പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ മാപ്പ് ചോദിക്കുന്നു. പുതിയൊരാൾക്ക് ഇടങ്ങളും ഇഷ്ടങ്ങളും കൈമാറാൻ ദിവസങ്ങൾ വേണ്ടിവരില്ല. എന്നാലും ഒന്നുമാക്കാതെ പോയതിലല്ല, ഒന്നിൽ മാത്രം ഒതുങ്ങി ഒന്നുമല്ലാതായവളുടെ സങ്കടപ്പറച്ചിലാണ്. പണികളെല്ലാം തീർത്ത് സുന്ദരിയാകാമെന്നു കരുതിയ കക്ഷങ്കീറിയ നൈറ്റി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ചൂലുപോലെ മൂലയിൽ ചുരുണ്ടുമരിച്ച പരേതാത്മാവിനോട് ഇനി എന്തു പറയാൻ? അതാവാം അകത്ത് വെള്ള പുതച്ച ശരീരം എടുക്കും മുമ്പ് 2 തുള്ളി കണ്ണീർ കണ്ണിൽ ബാക്കി വെച്ചത്. പ്രവാസി. വരുമ്പോൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്നും പോകുമ്പോൾ എന്നാണിനി മടക്കമെന്നും നെടുവീർപ്പിൻ്റെ ഇത്തിരി സമയത്തിനുള്ളിൽ കേൾക്കുന്നവൻ. ദൂരത്തിരിക്കുമ്പോൾ ഗൃഹാതുരത കടമെടുക്കുന്നവൻ. അടുത്തുണ്ടാകുമ്പോൾ ആഴ്ചകൾക്കകം അന്യനാകുന്നവൻ. നെഞ്ചിലൊരു നെരിപ്പോടെരിയുമ്പോഴും മറ്റുള്ളവർക്കായി തീ കൂട്ടിയവൻ. ഉറുമ്പുകൾ. ഉറുമ്പുകൾ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരാണ്. പീഡികത്തിണ്ണയിലെ ചീഞ്ഞളിഞ്ഞവനിലേക്കും ഉടലും തലയും 2ആയി പിളർന്ന് രക്തം വാർന്നൊലിക്കുന്നവനിലേക്കും ഭയലേശമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവർ. ചിലപ്പോൾ ഉറുമ്പുകൾ പടയാളികളെപ്പോലെ നീണ്ട നിരയായി പോകുമ്പോഴും മുൻപേയുള്ളവൻ്റെ മണം പിടിച്ചങ്ങനെ മുൻപോട്ടും പിന്നിലോട്ടും ദൂരം പിടിച്ചങ്ങനെ. മറ്റൊരിക്കൽ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ പുതിയവ കെട്ടിപ്പടുക്കാമെന്ന വ്യാമോഹത്താൽ കൂടുവിട്ടിറങ്ങിയവരെ തേടുന്നു. വഴിയിൽ അറിഞ്ഞുതന്നെ ചവിട്ടിയരയ്ക്കപ്പെടാം. അവരെയും കൈവിടില്ല. രക്തസാക്ഷികളാണവർ. ചേർത്തു പിടിച്ചും നിരയൊപ്പിച്ചും കൂടെ നടത്തുമ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും മുന്നോട്ടുള്ള പാതയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടെന്ന്. വീണുകിടന്നാൽ കയറിയിറങ്ങുവാൻ ഉറുമ്പുകൾ മാത്രമേ കാണുവെന്ന്. കവിത 40 കഴിയുമ്പോൾ. ഇനി എനിക്കൊരുങ്ങണം, കണ്ണാടി നോക്കണം, മുഖവും മിനുക്കണം, പാർലറിൽ പോകണം. ഇനി എനിക്കൊരുങ്ങണം, കണ്ണാടി നോക്കണം, മുഖവും മിനുക്കണം, പാർലറിൽ പോകണം. വഴിവക്കിലെങ്ങോ മറന്നൊരാ സ്വപ്നത്തെ തിരികെ വിളിച്ചെൻ്റെ മടിയിൽ കിടത്തണം. 40 കഴിഞ്ഞെന്നോ സാഗൂതം ചൊല്ലും നാൾക്കാരു കേൾക്കേ കോൾമയിർ കൊള്ളണം. 40 കഴിഞ്ഞെന്നോ സാഗൂതം ചൊല്ലും നാൾക്കാരു കേൾക്കേ കോൾമയിർ കൊള്ളണം. അമ്മിഞ്ഞ പാൽമണം മാറുന്ന നേരത്തു അമ്മയാം സ്നേഹം മാത്രമായി മാറണം.
10-18 വച്ച് കേട്ടൊരാ അരുതുകൾ ഓർമ്മയിൽ പൊതിയണം. 10-18 വച്ച് കേട്ടൊരാരുതുകൾ ഓർമ്മയിൽ പൊതിയണം. 20-ാം പടി മുതൽ തോഴിയായി അമ്മയായി കുറുകുന്ന പ്രണയമൊരു കൂട്ടിലാക്കി. അരുമക്കിടാങ്ങളെ ചിറകിനിടയിലൂടാകാശം കാണുന്ന നേരം വെളുക്കവേ. അരുമക്കിടാങ്ങളെ ചിറകിനിടയിലൂടാകാശം കാണുന്ന നേരം വെളുക്കവേ. അക്കരെ കാണുന്ന തരുചില്ലയിൽ മെല്ലെ ചിറകു വിരിച്ചവർ തലചായ്ച്ചുറങ്ങവേ. കാത്തു ഞാൻ ഏകാന്ത വർഷങ്ങളിൽ പൂമരം പൂവിട്ട തണൽ വൃക്ഷമായി. കാത്തു ഞാൻ ഏകാന്ത വർഷങ്ങളിൽ പൂമരം പൂവിട്ട തണൽ വൃക്ഷമായി. വീട്ടുഭാരങ്ങളും ജോലിഭാരങ്ങളും ഒന്നിച്ചതൊന്നായി ഇറക്കി വച്ചിടവേ. ഓർമ്മ പൊതിഞ്ഞൊരാ സ്വപ്നത്തെ ഞാനിന്നു തേനും വയമ്പും പുരട്ടിയെടുക്കവേ. പറ്റില്ല എന്നു പറയാൻ പഠിക്കട്ടെ, പറ്റില്ല എന്നു പറയാൻ പഠിക്കട്ടെ. മുഖമൊട്ടുമേൽ പോട്ടുയർത്തിപ്പിടിക്കട്ടെ. ഒറ്റയ്ക്കു യാത്രകൾ പതിവാക്കിടട്ടെ. കൂട്ടിനു ഞാൻ മാത്രമാണെന്നുരയ്ക്കട്ടെ. മുടിയിഴയിൽ കാണുന്ന വെള്ളവരകളെ തഴുകുന്ന പക്വമാം ചിന്തകളാവട്ടെ. ഇനി എനിക്കുള്ളം തുറന്നു ചിരിക്കണം. ഇനി മുതൽ എന്നെ ഞാൻ സ്നേഹിച്ചിടട്ടെ. ഇനി എനിക്കുള്ളം തുറന്നു ചിരിക്കണം. ഇനി മുതൽ എന്നെ ഞാൻ സ്നേഹിച്ചിടട്ടെ. സരസ്വതി ബിജു എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. ഇനി ഞാൻ എൻ്റെ വായന. രാഹുൽ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വായനയോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വായനയോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് തന്നെയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും. പ്രീ ഡിഗ്രി വരെ ഞാൻ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നു. പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുതുന്നു. നിരൂപണങ്ങളാണ് സാധാരണ ചെയ്യാറുള്ളത്. ഉയർഭൂപടങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുണ്ടായിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയിൽ അവിചാരിതമായിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വായനയുടെ തുടക്കകാലം. അപ്പം ഏതൊരാളെയും പോലെ തന്നെയും തുടക്കത്തിൽ മലയാള പുസ്തകങ്ങൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. അപ്പം ആ ലൈബ്രറിയിൽ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, ലൈബ്രറിയൻ സജസ്റ്റ് ചെയ്ത പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെയാണ് വായന തുടങ്ങിയത്. അപ്പം ആ സമയത്ത് തന്നെ MT വസന്തൻ നായരും ബഷീറിൻ്റെയും MT പത്മനാഭൻ്റെയും പുസ്തകങ്ങളൊക്കെ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. പിന്നീട് പ്രീ ഡിഗ്രി ഞാൻ ദേവരി കോളേജിലാണ് പഠിച്ചത്. ദേവരി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന നാഗേഷ് സാർ എൻ്റെ അധ്യാപകനായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ആ സമയത്തും വേറെ തരത്തിലൊരു എക്സ്പോഷർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ വിദേശ സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുകയുണ്ടായി. ആ സമയത്തൊക്കെ പതുക്കെ വായനയിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എഞ്ചിനീയറിംഗ് സമയത്തും ഏതാണ്ട് സമാന മനസ്കരായ ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ പഠിച്ച കോളേജിലുണ്ടായിരുന്നു. അപ്പം എഞ്ചിനീയറിങ്ങിനേക്കാൾ കൂടുതലും സാങ്കേതിക വിഷയങ്ങളെക്കാൾ കൂടുതലും പുസ്തകങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എഞ്ചിനീയറിങ്ങിന് പഠിച്ചൊരു 4 കൊല്ലം കൂടുതലും എഴുത്തും വായനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതെന്ന് പറയാം. അന്നത്തെ ഒരു ചർച്ചകളിലൊക്കെ തന്നെ പല വിദേശ പുസ്തകങ്ങളും കൃതികളും കാഫ്കയും കാമുവും എല്ലാം കടന്നു വരികയുണ്ടായി. ഇപ്പം ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ കാമുവിൻ്റെ എല്ലാ കൃതികളും ആ സമയത്ത് തന്നെ വായിച്ചിരുന്നു. അപ്പം കാമുവിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്, കാമുവിൻ്റെ ഏത് പുസ്തകം തൊട്ടാണ് വായിക്കേണ്ടതെന്ന് അറിയാത്ത കുട്ടികൾക്ക് വരെ കാമുവിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ചില സീരിയസ് വായന ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ആണ് കൂടുതലും വളരെ ഗൗരവകരമായ തരത്തിലുള്ളൊരു വായന ഉണ്ടാവുകയും കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷൻ വായിക്കാൻ തുടങ്ങുകയും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ മാർക്കസിനെയൊക്കെ വായിച്ചിരുന്നു. പിന്നീട് കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷനിലേക്ക് ശ്രദ്ധ തിരികുകയും പിന്നീട് അതിനുശേഷമുള്ള ലാറ്റിൻ അമേരിക്കൻ ഭൂമിയിൽ വന്ന എഴുത്തുകാരെയൊക്കെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഫ്യൂന്തസും യോസയും എല്ലാം ആ സമയത്ത് കടന്നു വന്നതാണ്. റൂൾഫോയാൽ എല്ലാവരും ആ സമയത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ വായനയുടെ ഒരു തലം മാറുന്നതും പതുക്കെ സമയത്താണ്.
എൻ്റെ ഒരു സുഹൃത്ത് ആണ് എനിക്ക് പിന്നെ ബോറസിനെ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രവീൺ ചന്ദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ബോറസിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പം ബോറസിനെ കുറിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബോറസ് അങ്ങനെയാണ് പെട്ടെന്ന് കടന്നു വന്നത്. ബോറസ് അങ്ങനെ പല തലങ്ങളിലേക്ക് വായന വളരെ സീരിയസ് ആയിട്ട് പോവുകയും പിന്നീട് യൂറോപ്പിലേക്ക് പോവുകയും യൂറോപ്യൻ ഫിക്ഷൻ വായിക്കുകയും അങ്ങനെ ഇംഗ്ലീഷിനോടും അപ്പോഴും യു കെയിൽ ഇറങ്ങുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന സാഹിത്യത്തോട് അപ്പോഴും വലിയ ആഭിമുഖ്യമൊന്നും തോന്നിയിരുന്നില്ല. കൂടുതലും ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഫിക്ഷനാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പുതിയ എഴുത്തുകൾ എങ്ങനെയുണ്ടെന്ന്, ഇപ്പം ബിയോണ്ട് ബൊലാനോ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്താണ് സംഭവിക്കുന്നത്, തുടർന്നുള്ള എഴുത്തുകാരെങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്, അങ്ങനെ ആ ഒരു സീരീസ്, അങ്ങനെ ആ ഒരു വായനയുടെ തലം അങ്ങനെ ഇങ്ങനെ കാലം മുന്നോട്ട് പോകുന്തോറും മാറുകയാണ്. അപ്പോഴും മലയാള വായന നിലച്ചിട്ടില്ല. മലയാളം അപ്പോഴും വളരെ ഗൗരവമായിട്ടും വളരെ സീരിയസ് ആയിട്ടും വായിക്കുന്നുണ്ട്. എഴുത്തൊന്നും അപ്പോഴും അങ്ങനെ എഴുതാനൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല. ആനന്ദും വിജയനും ഒക്കെ തന്നെയായിരുന്നു അന്നും ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ. വിജയൻ്റെ എല്ലാ കൃതികളും ആ സമയത്തൊക്കെ തന്നെ അത്രയോ മുമ്പ് തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം മലയാളം ഒരിക്കലും വായിക്കാതിരുന്നിട്ടില്ല. മലയാളത്തോടൊപ്പം തന്നെ വിദേശ സാഹിത്യവും ഒരുമിച്ച് വായിക്കുക എന്നൊരു നിലപാടാണ് എക്കാലവും ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പുതിയ എഴുത്തുകാരെന്താണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം മൂലം അത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് പേരുകൾ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആൻഡ്രേ ന്യൂമാൻ എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ടോക്കിംഗ് ടു അവർസെൽസ് എന്ന പുസ്തകം ആ കാലത്ത് വായിച്ച ഒരു വളരെ നല്ല പുസ്തകമായിട്ട് തോന്നുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റു പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ട്രാവലർ ഓഫ് ദ സെഞ്ചുറി എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ പുസ്തകങ്ങളുമുണ്ട്. അങ്ങനെ ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അങ്ങനെ ഓരോ പുതിയ എഴുത്തുകാരെ കണ്ടുപിടിക്കുക. പിന്നെ യൂറോപ്യൻ സാഹിത്യത്തിലെ മറ്റ് പുതിയ പ്രതീക്ഷ ഉണർത്തുന്ന എഴുത്തുകാരെ കണ്ടുപിടിക്കുക, അവരെപ്പറ്റി കൂടുതൽ വായിക്കുക. ലോറൻ ബിനെ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ 7th ഫംഗ്ഷൻ ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പുസ്തകം. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങളെ പറ്റിയിട്ടും ഒരുപാട് എഴുത്തുകാരെ പറ്റിയിട്ടും പുതിയ ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ വായനയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. പിന്നീട് ബുക്കർ സമ്മാനങ്ങൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനത്തിൻ്റെ ചുരുക്കപ്പട്ടികയിലുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാനൊക്കെ തുടങ്ങി. കാരണം ഇൻ്റർനാഷണൽ അത് ഒരു ട്രാൻസ്ലേറ്റഡ് സ്വഭാവമുള്ള പുസ്തകങ്ങളാണല്ലോ കൂടുതലും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇതര രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പുസ്തകങ്ങളോട് കൂടുതൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആഭിമുഖ്യമാണ് ഇൻ്റർനാഷണൽ ബുക്കിലേക്ക്. അതിനു മുമ്പ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ ഫിക്ഷൻ പ്രൈസ് ഉണ്ടായിരുന്നപ്പോൾ ആ ബുക്കുകളുടെ ഷോർട്ട് ലിസ്റ്റുകളെല്ലാം നോക്കി മനസ്സിലാക്കുകയും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ന്യൂയോർക്ക് ടൈംസ് ബുക്ക് റിവ്യൂസ്, അങ്ങനത്തെ വിദേശ മാധ്യമങ്ങളിൽ നിന്ന് പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയും അത് തേടിപ്പിടിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം പൊതുവേ ഉണ്ടായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും മാസ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാരും അവിടെ വായനയുടെ പരിധിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൽമാൻ റുഷ്ദി ആണെങ്കിലും കുന്ദേര ആണെങ്കിലും നബോക്കോ ആണെങ്കിലും ഈവൻ പാമുക്കാണെങ്കിലും എല്ലാം അവിടെ വായനയിൽ ഇപ്പം കൂട്ടിയിരുന്ന ആളുകളാണെന്ന് പറയാം. അങ്ങനെ അത്തരത്തിൽ വായിച്ചു തുടങ്ങി. ഏറ്റവും പുതുതായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ജെന്നി എർപ്പൻബെക്കിൻ്റെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. ജെന്നി എർപ്പൻബെക്കിനോടുള്ളൊരു താല്പര്യം കാരണം ആ എഴുത്ത് രീതിയോടും ഒരു ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഇഷ്യൂസിൻ്റെ പ്രശ്നം, അവിടുത്തെ ഒരു ബെർലിൻ മതിൽ തകരുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു രാജ്യം ഇല്ലാതാവുകയും അല്ലെങ്കിൽ രാജ്യങ്ങൾ ഇല്ലാതാവുന്നതിൻ്റെയും പലായനത്തിൻ്റേതും അങ്ങനത്തെ ആ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വായനകൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ പലായനം, റെഫ്യൂജീസ് ആ ഒരു ഏരിയയിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പം ആ കൂട്ടത്തിലാണ് ഞാൻ ഈ ജെന്നി എർപ്പൻബെക്കിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. അതിനകത്ത് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഗോ വെൻറ്റ് ഗോൺ, ഇപ്പം ബുക്കർ സമ്മാനം ലഭിച്ച കൈറോസ് എന്നിവയൊക്കെ വളരെയധികം എന്നെ സ്വാധീനിച്ച കൃതികളാണ്. ഇപ്പം കൈറോസ് ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും കൈറോസ് വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകം കൂടിയാണ് കൈറോസ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പം മറ്റു പുസ്തകങ്ങളായാലും എർപ്പൻബെക്കിൻ്റെ തന്നെ വിസിറ്റേഷൻ ആണെങ്കിലും എൻഡ് ഓഫ് ദ ഡേയ്സ് ആണെങ്കിലും എല്ലാം അവർ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബെർലിൻ മതിലിൻ്റെ ഫോൾ ഓഫ് ദി ബെർലിൻ, അതിനുശേഷം അവരെ പൊതുവെയുള്ള ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാമാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എൻ്റെ ഒരു പുസ്തകം, അത് തൊട്ടുമുമ്പത്തെ വർഷം ഇൻ്റർനാഷണൽ ബുക്കർ ലഭിച്ച ബൾഗേറിയൻ എഴുത്തുകാരനായ ഗോസ്പഡിനോവിൻ്റെ ടൈം ഷെൽട്ടർ. പിന്നീട് വേറെ പുസ്തകം കൂടെ അദ്ദേഹത്തിന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്സ് ഓഫ് സോറോ എന്ന് പറഞ്ഞ പുസ്തകം. അതേപോലെ തന്നെ ഈ കാലയളവിൽ തന്നെ പരിചയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് മത്തിയാസ് എനാർഡ് എന്ന് പറഞ്ഞ
കോമ്പസ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയ ഒരാളുണ്ട്, യൂറോപ്യൻ. മത്യാസ് സെനാറിൻ്റെ തന്നെ സോൺ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം കൂടെയുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള അത് പല രാജ്യങ്ങളിൽ നിന്നുള്ള, ചില രാജ്യങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നതും കൂടുതലും ഹംഗേറിയൻ ലിറ്ററേച്ചറും നോർവേയിൽ നിന്നുള്ള ലിറ്ററേച്ചറും എല്ലാം ഈ സമയത്ത് തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോസയെക്കുറിച്ച് അറിഞ്ഞത് പിന്നെ മൈ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞ ആ സീരീസിൽ നിന്നാണ്. ഫോസയെക്കുറിച്ച് നോസ്ഗാർഡിൻ്റെ ചില പുസ്തകങ്ങൾ കൂടിയാണ് ഫോസയെക്കുറിച്ച് അറിഞ്ഞത്. അതേപോലെ തന്നെ നോർവേയിൽ നിന്നുള്ള ഡാക്സ് സോൾസ്റ്റാഡ് എന്ന് പറഞ്ഞ മറ്റൊരു റൈറ്റർ. അങ്ങനെ വേറെ നമുക്ക് പരിചയമില്ലാത്ത ചില ഏരിയയിൽ നിന്നുള്ള എഴുത്തുകാരെ പറ്റിയിട്ടും വായിക്കാൻ സാധിച്ചു. W.G. സെബാൾ എന്ന് പറഞ്ഞൊരു അതികായൻ്റെ എല്ലാ പുസ്തകങ്ങളും 4 നോവലുകളും അതിനിടയിൽ വായിച്ചു. നമുക്ക് പഴയ കാലഘട്ടത്തെ പോലെയല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെ എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും കൂടെ നമ്മൾ ഓർക്കണം. അത് കാരണം പുസ്തകങ്ങളെ തെരഞ്ഞു പിടിച്ച് ഹണ്ട് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുന്നത് പ്രയാസകരമല്ല. നമുക്ക് നമ്മുടെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് എളുപ്പം കിട്ടാവുന്ന ഒരു പുസ്തകങ്ങൾ തന്നെയാണ്. പുസ്തകങ്ങളുടെ വായന രീതി തന്നെ ഇപ്പം നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് കിൻഡിലിലേക്കൊക്കെ മാറിയിട്ട് തന്നെ കുറേ കാലമായി. അത്തരത്തിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള തീംസ് വരുന്ന കുടിയേറ്റത്തെക്കുറിച്ചും മൈഗ്രേഷനെക്കുറിച്ചും റെഫ്യൂജിയെക്കുറിച്ചും പുതിയ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ബന്ധങ്ങളെക്കുറിച്ചും അങ്ങനെ വ്യത്യസ്ത ഏരിയാസിലുള്ള പലതരത്തിലുള്ള ജാതി മത ലിംഗ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വളരെ ധാരാളം നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ധാരാളം പുസ്തകങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷാമമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ വായന. രാഹുൽ രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ജലമർമ്മരങ്ങൾ. MP ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. രാത്രിയുടെ അർദ്ധയാമത്തിൽ മുഴുത്ത ചന്ദ്രൻ്റെ പൂർണ്ണ പ്രതിബിംബം ജലത്തിൽ നിറഞ്ഞു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ സുരജ നന്നായി മുങ്ങാങ്കുഴിയിട്ടു പൊങ്ങി. പിന്നെ പതിവ് പോലെ നീന്താൻ തുടങ്ങി. നീന്തൽ തുടിയിൽ കുളം ഓളപ്പരപ്പാകും. തുടിയുടെ ശബ്ദം ഇരുട്ടിനെയും നിശബ്ദതയെയും കീറിമുറിച്ച് പ്രതിധ്വനിക്കും. വെള്ളത്തിൽ നിറഞ്ഞു നിന്ന ചന്ദ്രബിംബത്തെ ഛിന്നഭിന്നമാക്കി തലങ്ങും വിലങ്ങും നീന്തും. മലർന്നും കമിഴ്ന്നും നീന്തും. ഇടയ്ക്ക് ഒന്ന് മുങ്ങി നിവർന്ന് പിന്നെ കിതപ്പാറ്റാനെന്നോണം മറ്റുള്ളവർക്കൊപ്പം കൽപ്പടവിലിരിക്കും. ഈറനാറാത്ത കോടിമുണ്ട് എല്ലാവരുടെയും ദേഹത്തോടു ചേർന്ന് നിൽക്കും. ആർക്കും ഒട്ടും തണുപ്പേൽക്കുകയില്ല. അല്ലെങ്കിലും ചൂടും തണുപ്പുമൊക്കെ ഒരു തോന്നലു മാത്രമാണിപ്പോൾ. കുളപ്പടവിലെ ഈ ഇരിപ്പിലാണ് പലരുടെയും സ്വപ്നങ്ങളിലേക്ക് കയറിയിറങ്ങുന്നത്. കുറേ കാലം സുരജ ഒറ്റയ്ക്കായിരുന്നു ഈ ജലസവാരി. പിന്നെ കൂട്ടുനീന്താൻ ആളുകളെത്തി തുടങ്ങി. ജീവിച്ചു കൊതി തീരാതെ ജലത്തിൽ മറഞ്ഞവരുടെ കൂട്ട്. നീന്തി തളരുമ്പോൾ കൽക്കെട്ടിലിരുന്ന് അവർ പരിചയം പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വെറുതെ കൊതിച്ചു. സങ്കടങ്ങളുടെ ഒരേ നൂലിൽ ഇങ്ങനെ പലപ്പോഴായി കോർത്തെടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ എവിടെ വെച്ചെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയേനെ എന്ന് നിശ്വാസമുതിർത്തു. നിലാവെരിഞ്ഞു തീർന്ന ഭൂമിയിൽ പകലുദിക്കാറായിട്ടുണ്ടാകുമപ്പോൾ. ജീവിച്ചിരിക്കുന്നവരുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുന്ന വിദ്യ സുരജ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. ഗാഢനിദ്രയിൽ അവളെ കണ്ട് സതീശൻ പിടഞ്ഞെണീറ്റ കഥ പറഞ്ഞ് അവൾ നിർത്താതെ ചിരിച്ചു. അരികിൽ അവൻ്റെ പുതിയ ഭാര്യ നല്ല ഉറക്കത്തിലായിരുന്നു. പണ്ട് താൻ കിടന്ന അതേ കട്ടിലിൽ. പാവം തോന്നി. ധാരാളം പൊന്നും പണവും കൊണ്ട് വന്നതുകൊണ്ട് തൽക്കാലം കുറേ കാലം സമാധാനമായി കഴിയാം. ഉറങ്ങിക്കോളൂ, ഉണർത്തില്ല. ഉറങ്ങിക്കിടക്കുന്ന സതീശൻ്റെ പുതിയ ഭാര്യയെ ഉണർത്താതെ അന്ന് മടങ്ങി. പക്ഷേ ആളിക്കത്തുന്ന ദേഹത്തോടെ അടുക്കള കിണറിൻ്റെ ആഴത്തിലേക്ക് എടുത്തു ചാടിയപ്പോൾ പിടഞ്ഞ ആ പിടച്ചിലോർക്കുന്ന രാത്രികളിലെല്ലാം സുരജ സതീശൻ്റെ ഉറക്കത്തിലേക്ക് ആഞ്ഞു നീന്തും. വെള്ളത്തിൽ നിന്നുയർന്ന് തീപിടിച്ച മുഖവുമായി അവളവൻ്റെ മുഖത്തിനൊപ്പം നിൽക്കും. ഒപ്പത്തിനൊപ്പം കത്തുന്ന കണ്ണിൽ നിന്നും ഉരുകുന്ന ചൂടിൽ വെന്ത് സതീശൻ ഉണരും. ഒരൊറ്റ കാഴ്ചയിൽ തന്നെ അവൻ്റെ ഉമിനീര് വറ്റും. നീന്തി കയറുന്ന ഈ വിദ്യ കേട്ടപ്പോൾ ശില്പയ്ക്ക് കൊതിയായി. ശില്പ അവിടെ എത്തിയിട്ട് അധിക നാളായിട്ടില്ല. എല്ലാവരെയും പരിചയപ്പെടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുരജ പറഞ്ഞ പോലെ നീന്തിയാൽ അച്ഛനെയും അമ്മയെയും കാണാൻ പറ്റുമോ? അച്ഛൻ്റെ മുഖം ഇപ്പോഴും മുന്നിലുണ്ട്. അന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ടെസ്റ്റ് 1ാം റൗണ്ടിൽ പാസ്സായതിൻ്റെ അഹങ്കാരം ശില്പയ്ക്കുണ്ടായിരുന്നു. അതുണ്ടാവാതിരിക്കില്ലല്ലോ. 18 തികയാൻ കാത്തിരിപ്പായിരുന്നു. എന്നിട്ട് വേണം സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് സ്വന്തമാക്കാൻ. അച്ഛൻ്റെ ഓഫ് വൈറ്റ് സ്വിഫ്റ്റ് കാറിലെ മുൻസീറ്റിൽ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് കയറിയിരിക്കാൻ. 18ാം പിറന്നാളിൻ്റെ കേക്ക് മുറിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് മതിയെന്ന് വാശി പിടിച്ചത് ശില്പ തന്നെയാണ്. അങ്ങനെ പിറന്നാളാഘോഷം മാറ്റിവെച്ചിരുന്നു. പുഷ്പം പോലല്ലേ എൻ്റെ മോൾ ടെസ്റ്റ് പാസ്സായത്. നിന്നെപ്പോലല്ല അവൾ.
പിറന്നാൾ അടിപൊളിയാക്കാം. കേക്ക് നീ ഓർഡർ ചെയ്യൂലേ? എല്ലാവരെയും വിളിച്ചോളൂ. ഞങ്ങൾ വൈകുന്നേരം എത്തും. എല്ലാം റെഡിയാക്കി വെച്ചോ. ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അച്ഛൻ ആവേശത്തിലാണ് അമ്മയെ വിളിച്ചത്. ടെസ്റ്റ് ഗ്രൗണ്ടിനരികിലെ മരത്തണലിൽ കാത്തുകിടന്ന സ്വിഫ്റ്റിനെ ശില്പ ചെറുതായി തലോടി കണ്ണിറുക്കി. തിരിച്ച് ഞാൻ ഓടിക്കും. ഞാനിപ്പോൾ ലൈസൻസ് ഹോൾഡറാ. വേണ്ട മോളെ, നല്ല തിരക്കുണ്ട്. നാട്ടിലെത്താറാകുമ്പോൾ മോളോടിച്ചോ, അച്ഛൻ വിലക്കി. ശില്പ മുഖം വീർപ്പിച്ചു. പിണങ്ങി, മിണ്ടാതെയായി. ഒടുവിൽ അച്ഛൻ കീഴടങ്ങി. ഉള്ളിലൂറിയ സന്തോഷം പക്ഷേ ഏറെ നേരം നീണ്ടുനിന്നില്ല. പിറന്നാളിന് ഒരുക്കിവെച്ച കേക്ക് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത് അമ്മയായിരുന്നു. മഞ്ഞുപോലുള്ള കേക്കിൽ നീലമുത്തുകൾ കൊണ്ടെഴുതിയ ഹാപ്പി ബർത്ത്ഡേ പൊട്ടിച്ചിതറി. അധികം താമസിയാതെ അതിനു മുകളിലേക്ക് അനേകമനേകം കാലുകൾ തിരക്കുകൂട്ടി വരികയും ചവിട്ടിക്കുഴഞ്ഞ കേക്കിനരികിലെ ശില്പ എന്ന സ്റ്റിക്കറിന് മുകളിലൂടെ അവളുടെ കോടി പുതച്ച ശരീരം കടന്നു പോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ശില്പയ്ക്ക് ഇപ്പോഴും അത്ര വ്യക്തമല്ല. പുഴയോരത്തുകൂടിയുള്ള യാത്ര നല്ല രസമായിരുന്നു. അപ്പുറം ഒരു തുരുത്തുണ്ട്, നല്ല പച്ചപ്പ്. കുഞ്ഞു ജങ്കാറിൽ വാഹനങ്ങൾ അപ്പുറത്തെത്തിച്ച് വൈകുന്നേരങ്ങളിൽ ആള് നിറയുന്ന ഒരിടം. അമ്മയ്ക്കിഷ്ടമാവും അവിടെ. നമുക്കൊരു ദിവസം വരണം അച്ഛാ. ജങ്കാറിലെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എനിക്ക് ഈ പുഴ കാണണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. വളവ് തിരിഞ്ഞു പാഞ്ഞു വന്ന ലോറിക്ക് ഒരു രാക്ഷസന്റെ രൂപമായിരുന്നു. തെന്നിത്തെറിച്ച് വെള്ളത്തിലാഴുകയായിരുന്നു അച്ഛനും മോളും സ്വിഫ്റ്റും എല്ലാം. ശില്പ മാത്രം കുത്തൊഴുക്കിൽപ്പെട്ടു. മോളെ, അച്ഛൻ്റെ സ്വരം. കണ്ണിലും കാതിലും വായിലുമെല്ലാം ജലം നിറഞ്ഞു. ശ്വാസം നിലച്ച ഒരു പിടച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒഴുകാൻ തുടങ്ങി. ഇപ്പോഴും തുടരുന്ന ജലയാനം. ആഴത്തിലിറങ്ങി ചെവിയോർത്താൽ ഇപ്പോഴും കേൾക്കാം. ഓളങ്ങൾക്കപ്പുറത്ത് നിന്ന് നിലയ്ക്കാതെ അച്ഛൻ്റെ സ്വരം. മോളെ, എത്ര നാളായി അച്ഛനെയും അമ്മയെയും കണ്ടിട്ട്. സുരജ പറഞ്ഞ പോലെ നീന്തി നീന്തി പോകാൻ പഠിക്കണം. അവരുറങ്ങുമ്പോൾ പഴയ പോലെ പുതപ്പിനുള്ളിൽ അവർക്ക് നടുവിലേക്ക് നുഴഞ്ഞു കയറണം. സുരജയുടെ സതീഷേട്ടനെ പോലെ പേടിക്കുമോ അവരെന്നെ കാണുമ്പോൾ? ഏയ്, അമ്മ എന്നെ കെട്ടിപ്പിടിക്കും, പിന്നെ കരയും. അച്ഛനോ? എനിക്കറിയില്ല അച്ഛൻ എന്താ ചെയ്യുക എന്ന്. എന്തായാലും കരയില്ല. അപ്പോൾ ഈ സങ്കടമെല്ലാം അച്ഛൻ എന്താ ചെയ്യുക? ശില്പ കണ്ണീരില്ലാതെ കരഞ്ഞപ്പോൾ സുരജ ചേർത്ത് നിർത്തി. പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ശില്പയുടെ പ്രായം തോന്നും. ആകെ പേടിച്ച് അമ്പരന്നിരിപ്പാണ്. സുരജ തുടക്കമിട്ടു. എന്താ പേര്? തന്മയ. തന്മയയുടെ വീടെവിടെയാ? ദൂരെ നഗരത്തിൽ. അവിടെ നിന്നാണോ ഇപ്പോൾ വരുന്നത്? അല്ല. തന്മയ വിതുമ്പാൻ തുടങ്ങി. ശില്പ അവൾക്ക് ചേർന്നിരുന്നു. അതിരാൻകുന്നിൽ നിന്ന്. അതങ്ങ് കിഴക്കല്ലേ? അവിടെ എങ്ങനെ എത്തി? തന്മയുടെ കണ്ണിലെ പേടി മാഞ്ഞു. വെളിച്ചം നിറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിരാൻകുന്ന് കാണണമെന്ന് നേരത്തെ ഞങ്ങൾ ഉറപ്പിച്ചതാ. വെക്കേഷന് ഞങ്ങൾ ഒത്തുകൂടി. കോച്ചിങ് സെൻറ്ററിലെ കൂട്ടുകാരാണ്. എബിയുടെ നാടാണ് അതിരാൻകുന്ന്. അവൻ പറഞ്ഞ് അവിടുത്തെ കാടും മഴയും പുഴയും ഞങ്ങൾക്ക് ഹരമായി. പരീക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വീട്ടുകാർ സമ്മതിച്ചു ഒരു ട്രിപ്പിന്. അങ്ങനെ വലിയ ട്രിപ്പൊന്നുമല്ല, പക്ഷെ എന്ത് രസമായിരുന്നു ആ യാത്ര. KSRTC ബസ്സിൽ എല്ലാവരും ഞങ്ങൾക്ക് കമ്പനിയായി. എന്നും രാവിലെ ടൗണിൽ നിന്ന് പോയി വൈകിട്ട് മടങ്ങുന്ന ഒരു ബസ്സാണത്. ആ ബസ്സിലെല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും. ബസ് അതിരാൻകുന്ന് എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. എബിയുടെ വീട്ടുകാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു അവരെല്ലാം. 2 ദിവസം ഞങ്ങൾ അവിടെ കഴിഞ്ഞു. അതിരാൻകുന്ന് മുഴുവൻ ഞങ്ങൾ കറങ്ങി. ആ നാട്ടുകാരും ഒരു സ്വപ്നം പോലെ തോന്നി. ടൗണിലെ പോലല്ല അവിടെ. ആരുമില്ല അവിടെ പരസ്പരം അറിയാത്തവർ. 2ാം നാൾ വൈകിട്ടത്തെ ബസ്സിൽ തിരികെ മടങ്ങാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ നാട്ടുകാരും എബിയുടെ അമ്മയും അച്ഛനുമെല്ലാം നിർബന്ധിച്ച് യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി. ഒരു ദിവസം കൂടി ഞങ്ങളെ കിട്ടിയപ്പോൾ എബിയുടെ അനിയത്തിക്കുട്ടി തുള്ളിച്ചാടുകയായിരുന്നു. 3 വയസ്സുകാരിയാണ് ഋതു. രാത്രി ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവളാണ് കൂടുതൽ സംസാരിച്ചത്. യാത്ര മാറ്റിവെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ പോകണമെന്നായിരുന്നു. എന്നിട്ട് രാത്രി 1 മണിയായി കാണും. എബിയുടെ വീട്ടിലെ ടെറസിലും തൊട്ടപ്പുറത്തെ ടെറസിലുമായി ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുകയായിരുന്നു. പകൽ മുഴുവനും നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. നിലാവൊട്ടുമില്ലാതെ രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് ഇത്ര ഭംഗിയുണ്ടല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. ആനയാണോ എബി എന്ന് ആരോ ചോദിച്ചു. ഭൂമി തരിച്ചു നിൽക്കുന്നത് പോലെ ഒരവസ്ഥയായാണ് എനിക്ക് തോന്നിയത്. അല്ല, ഞാൻ നോക്കട്ടെ, നിങ്ങളെവിടിരി എന്ന് പറഞ്ഞ് എബി ഓടിയിറങ്ങി. തൊട്ടടുത്ത അവൻ്റെ കസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിൽക്കുന്നത് കണ്ടതാണ്. പിന്നെ എന്തെല്ലാമാണ് നടന്നത്? തന്മയുടെ ചുണ്ടുകൾ വിറച്ചു. മലയ്ക്ക് മുകളിൽ നിന്ന് വലിയ കറുത്ത ഒരാനയെപ്പോലെ മലവെള്ളം 2 വീടിനുമിടയിലൂടെ എബിയെയും കൊണ്ട് പാഞ്ഞുപോയി. അലറിക്കരച്ചിലുകൾക്കൊപ്പം എല്ലാ വീടുകളും ഉണർന്നു. മഴ പെയ്യുന്നതുപോലെ പാറക്കല്ലുകൾ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി.
എബി പോയ വഴിയെ കരഞ്ഞുകൊണ്ടിറങ്ങിയ അച്ഛനെയും അമ്മയെയും ഞങ്ങളെല്ലാവരെയും അകത്താക്കി ആരോ വാതിലടച്ചു. വെടി പൊട്ടുന്ന പോലെ ഇടിയും മിന്നലും തുടങ്ങി. എബിയെന്ന് വിളിച്ചു ജനലു തുറന്ന അമ്മയുടെ വിരലുകൾ വെള്ളത്തിൽ തൊട്ടു. വെള്ളം ഇരച്ചു കയറി വരികയായിരുന്നു. അതുവരെ കണ്ട അതിരാൻ കുന്ന് അപ്പോഴേക്കും അപ്രത്യക്ഷമായി. പേടിച്ചു കരയുന്ന ഋതുവിനെ തോളത്തിട്ട് അച്ഛൻ അടുക്കള വശത്തുള്ള വാതിൽ തുറക്കാനൊരുങ്ങി. എബിയുടെ അമ്മയും ഞങ്ങളും അച്ഛൻ്റെ പിറകെ നിന്നു. എല്ലാവരും ചേർത്ത് പിടിച്ചു നിൽക്കും മക്കളെ എന്ന് എബിയുടെ അമ്മ പറഞ്ഞതിനു പിന്നാലെ എന്തോ ഒരിളക്കം. വെള്ളത്തിൽ വഞ്ചിയിൽ പോകുമ്പോൾ ആടിയുലയുന്ന പോലെ. പതിയെ ആ വീട് അല്പമൊന്ന് ചെരിഞ്ഞ് മണ്ണിലേക്ക് അമർന്നു. കുറേനേരം ഞങ്ങളെല്ലാം ഒഴുകുകയായിരുന്നു. വീടും മരങ്ങളും ഞങ്ങളും എല്ലാം ഒഴുകി. അവിടെ തട്ടി ഇവിടെ തട്ടി ഒന്നിലും പെടുകിട്ടാതെ പരസ്പരം വിളിച്ചു കരഞ്ഞ്. അത് കുറച്ചു നേരത്തേക്ക് മാത്രമായിരുന്നു. പിന്നെ കൂടുതൽ ശക്തിയോടെ വെള്ളത്തിൻ്റെ അടുത്ത വരവായിരുന്നു. അതിരാൻകുന്ന് അടക്കി പറിച്ചുകൊണ്ട്. ഋതു എവിടെയെന്നു പോലും കണ്ടില്ല, ഒന്നും കേട്ടുമില്ല. വെള്ളത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ശബ്ദം മാത്രം. വെള്ളത്തിൻ്റെ ശക്തി എന്താണെന്നറിയാമോ? ഒരു വിരൽ വെച്ചാൽ അത് മുറിഞ്ഞു പോകും. മലഞ്ചെരിവുകളിലൂടെ പാറക്കെട്ടുകളിൽ തട്ടി മിന്നായം പോലെ ഞങ്ങളെല്ലാം പലയിടത്തായി. അതിരാൻകുന്ന് പിടച്ചു തുള്ളുകയാണ്. കൈയറ്റും കാലറ്റും പലരും തെന്നി പോകുന്നുണ്ടായിരുന്നു. കരയാൻ മറന്നുപോയിരുന്നു. അല്പനിമിഷം മുമ്പ് വരെ സ്നേഹിച്ചു കൂടെ നിന്നയാൾ കൊല്ലാൻ കത്തിയെടുത്ത് മുന്നിൽ നിൽക്കുന്നത് പോലെ. തന്മയ കിതച്ചു. വീട്ടിൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടാകുമോ? രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം എത്തുമെന്ന് കാത്തിരിപ്പാണോ? അതോ എല്ലാം അറിഞ്ഞ് കരഞ്ഞിരിക്കുകയാണോ? തന്മയ വിറച്ചു. കൂടെയുള്ളവരെല്ലാം? സുരജ പെട്ടെന്ന് ചോദിച്ചു. ആരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് അപ്പുറത്ത് ഉള്ളനക്കങ്ങൾ കേൾക്കുന്നത്. ഇന്നിനി നമുക്ക് ഉറങ്ങാനാവില്ല. വരും ഇനിയും അതിഥികൾ. സുരജ പിറുപിറുത്തു. ജലം കൊണ്ട് മുറിഞ്ഞതിൻ്റെ നോവ് പകുക്കാൻ അവരെല്ലാം ഉണർന്നു തന്നെയിരുന്നു. ഭൂമിയിലപ്പോൾ നേരം പുലരാറായി. ജലമർമ്മരങ്ങൾ MP ബീന എഴുതി അവതരിപ്പിച്ച കഥയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.